ദുരന്ത നിവാരണ ലഘൂകരണ രംഗത്തെ നൂതന ആശയങ്ങളുമായി ടെക്നിക്കുകളുമായി 2025 ജൂലൈ മാസം 15 റാഡിസൺ ബ്ലൂ കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ട്രെയിനിങ്ങിൻ്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. പ്രോമെത്യൂസ്, മെഡിക്കൽ, എഡ്യൂകെയർ ആൻഡ് റെസ്പോൺസ് പ്ലസ് ഇവർ സംയുക്തമായി ഒരുക്കിയ ഈ ട്രെയിനിങ്ങിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങളും ആപ്തമിത്ര അംഗങ്ങളും IAG മെമ്പർഷിപ്പുള്ള ആളുകളും എത്തിയിരുന്നു. വളരെ നല്ല നിലയിലുള്ള ക്ലാസ്സുകളാണ് നടത്തുന്നത്. പ്രാക്ടിക്കലായി, കൃത്യമായി, സമയബന്ധിതമായി, വളരെ ശ്രദ്ധയോടെ, അതീവ ജാഗ്രതയോടെ, പുത്തൻ ഉണർവ് നൽകി, പുതിയ ഉപകരണങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് വളരെ ലളിതവും അതേസമയം ഏറ്റവും ഹൃദ്യവുമായ രീതിയിൽ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട ഓരോ സാധനങ്ങളെ സംബന്ധിച്ചും സാമഗ്രികളെ സംബന്ധിച്ചും കൃത്യമായ വിവരണം നൽകി ഓരോ വ്യക്തികളെയും കൊണ്ട് അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചെയ്ത അതിനൂതനവും വിശിഷ്ടവുമായ ഒരു ട്രെയിനിങ് പരമ്പര അത് ഏവർക്കും ഹൃദ്യമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വളരെയേറെ നല്ല നിലയിൽ നടത്തിയ ഈ ട്രെയിനിങ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, അപകടരംഗത്ത് നാം സ്വീകരിക്കേണ്ട മാർഗങ്ങളെ സംബന്ധിച്ച്, നൂതന ആശയങ്ങളെ സംബന്ധിച്ച്, ഉപയോഗിക്കാൻ സാധിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച്, ഉപകരണങ്ങളെ സംബന്ധിച്ച് എല്ലാം വളരെ നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ വ്യക്തമായി ധാരണ നൽകുകയും ഓരോരുത്തരെ കൊണ്ട് അവ വീണ്ടും ചെയ്യിച്ച് അതിനെ പൂർണ്ണത വരുത്തുകയും ചെയ്തു എന്നുള്ളത് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു ട്രെയിനിങ് ആയിരുന്നു ഇത്. അടുത്ത കാലത്ത് നടന്ന മറ്റേത് ട്രെയിനിങ്ങിനേക്കാളും ഏറ്റവും മികച്ചമായി തോന്നിയതും ഇതാണ്. ഇതിന് സംഘാടനം, പ്രവർത്തനം, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു എന്നുള്ളതും നമുക്ക് തർക്കമില്ലാത്ത കാര്യമായി പറയാം. വളരെ നല്ല നിലയിൽ നടത്തിയ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതോടൊപ്പം ഇത് സംഘടിപ്പിക്കപ്പെട്ട എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രദർശനം ഈ ട്രെയിനിങ്ങിൻ്റെ വിവിധ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. താങ്ക് യു. ദുരന്തമുഖത്ത് കെട്ടിടങ്ങളുടെ ഇടയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ വളരെ ശ്രദ്ധയോടെ അംഗങ്ങൾ രക്ഷപ്പെടുത്തുന്ന ഒരു രീതിയാണ് കാണുന്നത്. കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഒടിവോ ചതവോ മുറിവോ ഏതെങ്കിലും പറ്റിയതാണെങ്കിൽ ആ ആളിനെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയും, അവരുടെ ഡിസബിലിറ്റി പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ട ഉപകരണങ്ങൾ എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്ത് ഓരോരുത്തരെ കൊണ്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നതിന് ട്രെയിനർ വളരെയേറെ ശ്രമിക്കുന്നുണ്ട്. മാത്രമല്ല ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ, അതിന് ഓരോ പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്, അത് ചെയ്താലുള്ള ഗുണങ്ങൾ അല്ലെങ്കിലുള്ള ദോഷങ്ങൾ ഇവയെല്ലാം വളരെ കൃത്യതയോടെ കാണിക്കുന്നുണ്ട്. അപകടരംഗത്ത് പ്രവർത്തിച്ച അനുഭവവും അതുപോലെ ഉപകരണങ്ങളുടെ ഉപയോഗവും അനുഭവസമ്പത്തായിട്ടുള്ള അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു നേട്ടമാണ്. ട്രെയിനറുടെ ഇംഗ്ലീഷ് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണ്ടി അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുകളുണ്ടായിരുന്നു. അവരും വളരെ കൃത്യതയോടെ ആ കാര്യങ്ങൾ പറഞ്ഞു എന്നതുകൊണ്ട് ആർക്കെങ്കിലും അത് ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അതിന് പരിഹാരമായി. അതും അതീവ ശ്രദ്ധയോടെ സംഘാടകർ ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. വളരെ സൂക്ഷ്മമായി ഓരോ വിശദാംശങ്ങളും കൃത്യമായി പറഞ്ഞു തരാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. നമുക്ക് വീണ്ടും അടുത്ത ദൃശ്യങ്ങളിലേക്ക് നോക്കാം. ഇതൊരു ടോർണിക്കൈ ഉപയോഗിക്കാനുള്ളതാണ്. അത് വളരെ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒടിഞ്ഞു പോയ ഒരു കാല് തുടയുടെ ഭാഗത്ത് വെച്ച് മുറിവ് പറ്റിയിട്ടുള്ള ആളാണ് കിടക്കുന്നത്. അതിന് ഏത് തരത്തിലുള്ള ഉപകരണമാണ് അതിന് ഉപയോഗിക്കേണ്ടി വരിക, അവിടെ സ്വിങ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് ഒരു സാധനം വെച്ച് കിട്ടുന്ന രീതിയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. വളരെ ഈസിയായിട്ട് ഒരാൾക്ക് ഇതിനെ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഉപകരണവും പ്രദർശിപ്പിക്കുകയുണ്ടായി. ആ ഉപകരണത്തിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ പരിക്ക് പറ്റിയ ആളിന് അധികം ബ്ലീഡിങ് ഉണ്ടാകാതെ, അതിന് അധികം വേദന
വരാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്ത് അയാളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുന്നതിന് വേണ്ട രീതിയാണ് പ്രദർശിപ്പിക്കുന്നത്. വളരെ ലഘുവായൊരു ഉപകരണം, അത് ഏറെ ഗുണകരമാണ്, പ്രയോജനകരമാണ് എന്നുള്ളത് ഉപയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ ഈസിയായ ഒരാൾക്കത് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് ആ ഉപകരണത്തിൻ്റെ നിർമ്മാണം. അതുകൊണ്ട് എങ്ങനെ ചെയ്യാൻ കഴിയുന്നുവെന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ അതിനെ വിശദമായി നമുക്ക് വിശദമാക്കി തരുന്നുണ്ട്. അത് വെച്ച് കെട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പി പല സെഗ്മെൻ്റായിട്ടുള്ളതാണ്. സ്റ്റീലിൻ്റെയാണ്. വളരെ ഭാരം കുറഞ്ഞതും വളരെ എളുപ്പമുള്ളതുമാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഘടിപ്പിച്ച് അത് മുട്ടുകൊണ്ട് ഒന്ന് മുറുക്കി പിടിച്ച് ആ സൈഡിലേക്ക് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ആ കാലിനൊരു താങ്ങായി. അത് മാറാതെ എല്ലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ വളരെ കൃത്യതയോടെ അത് ചെയ്യാനും കഴിയും. അതാണ് അദ്ദേഹം വിശദീകരിച്ചു തരുന്നത്. Keep the leg in nice, strong position. So you can see here, we attach the yellow one. Okay, and this is quite clever. So what I do now, see, I'm going to push the pole with my knee, pull on the leg. See, it's nice and straight. And then so push the pole. See, I'm pushing up, and then tighten the strap and pulling down. So the pole is going that way, and the leg is going that way. Okay, beautiful. Now that his bone is really straight, and then I can secure it with these straps. This is just to secure, to keep everything in place. So you can see here, look, you can move it. It's going to be nice and straight. Can you hear me? Okay, now we can just, these are just to keep it in place. So it can be used everywhere. Yeah, you can use everywhere. Yeah, exactly. You can use it everywhere. This is Omnisplit. Omnisplit. There's lots of different manufacturers. Another scale. So it can be used everywhere. Yeah, you can use it everywhere. Yeah, exactly. You can use it everywhere. This is Omnisplit. Omnisplit. There's lots of different manufacturers. Another scale. All right, so the next thing that I want to go over, does anybody have any questions? അടുത്ത സെഷൻ തുടങ്ങുന്നത് ടോർണിക്കൈ. വളരെ ലഘുവായ ഒരു ടോർണിക്കൈയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ അത് മുറിവ് പറ്റിയ ഭാഗത്ത്, വളരെ വലിയ മുറിവ് പറ്റിയെടുത്താണെങ്കിലും അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥാനത്താണെങ്കിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടോർണിക്കൈ. വളരെ പെട്ടെന്ന് നിവർത്താനും അത് അപകടം പറ്റിയ അല്ലെങ്കിൽ അപകടത്തിൽ കിടക്കുന്ന ആളിൻ്റെ ഏത് ഭാഗത്താണോ അവിടെ അത് ഉറപ്പിച്ച് ബ്ലീഡിങ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന ഒരു ലഘുവായ ഉപകരണം. ഒരാൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. വളരെ അദ്ദേഹം ആർമിയിൽ, അമേരിക്കൻ ആർമിയിലുണ്ടായിരുന്ന ആളാണ്. കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളാണ്. മാത്രമല്ല ഡോക്ടറും കൂടിയാണ്. അദ്ദേഹം വളരെ കാര്യക്ഷമമായി ഇത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഓരോ ഘട്ടങ്ങളിലും ഏറ്റവും സൂക്ഷ്മമായി പാലിക്കേണ്ട കാര്യങ്ങൾ വരെ വളരെ കൃത്യതയോടെ പറഞ്ഞ് ആളുകളെ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല വീണ്ടും ആളുകളെ കൊണ്ട് ചെയ്യിക്കാനും അദ്ദേഹം സമയം കാണുന്നുണ്ട്. അപകടം പറ്റിയ മനുഷ്യന് രക്ഷപ്പെടുത്താനുള്ള അല്ലെങ്കിൽ അവരുടെ അപകടം പറ്റിയ ഭാഗം, മുറിവ് പറ്റിയ ഭാഗം കൂടുതൽ മോശമാകാതെ
വളരെ വേഗം തന്നെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നതിന് മുമ്പായി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച് വളരെ ലഘുവായിട്ടാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്. സംഘാടകർക്കത് വളരെ ഹൃദ്യമായിരുന്നു, അത് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമായിരുന്നു, ഉപകരണം ഉപയോഗിക്കുന്നതിന് വളരെ എളുപ്പവുമായിരുന്നു എന്ന് മാത്രമല്ല ഓരോ വ്യക്തിക്കും ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എത്ര പേര് ഗ്രൂപ്പിലുണ്ടോ അത്രയും ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ അവിടെ ലഭ്യമായിരുന്നു എന്നുള്ളതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് വീണ്ടും നോക്കാം. How to put a tourniquet on using one hand, okay? It's called the one-handed tourniquet. Okay? You want to, what we teach in the military is that you want to be able to reach it with either hand. Okay? So, for example, if this arm goes, I can use this arm. If this arm is shot, I can use this arm. Okay? So, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായെന്ന് കണക്കാക്കുക. ഒരാളിന് ഒറ്റയ്ക്ക് തന്നെ ഈ ടൂർണിക്ക് ഉപയോഗിക്കാൻ പറ്റും. ബ്ലീഡിങ് കുറയ്ക്കാനും അപകടത്തിൽപ്പെട്ട ഭാഗത്തെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചിരുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ അത് മുറുക്കി അത് അപകടം പറ്റിയ ഭാഗത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് വളരെ 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 പെട്ടെന്ന് തന്നെ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. മുൻപ് പറഞ്ഞ അതേ ടൂർണിക്കയാണ് ഇവിടെ വീണ്ടും ഉപയോഗിച്ചിരിക്കുന്നത്. ആളുകൾക്കത് അവരുടെ ശരീരത്തിൽ തന്നെ ഉപയോഗിക്കാനും കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രത്യേകത. Can you please do it one more time? Can you do it one more time? of course. It's ready. Okay? We're gonna make our tourniquets. Your lock is on this side, on one side. Good. And I usually like to keep it out of the way. Keep it out of the way. So it's ready, right? Okay. About this big. Run it Alright, good? So next is I want you guys to make sure it's nice and flat. Flat. Secure it. Excellent. Now, the confusing part, okay? I want you guys to hold it just like this. You see where the time is? Hold it from here. So our next step, okay, is we're just gonna fold it. So coming out of the plastic, your tourniquet looks exactly like this. Okay? Close. Alright, perfect. With the time, just put it like this, so it's ready, okay? Alright, so you guys ready for it? Yes. Okay, which arm you want? Left or right? Left. Left arm? Okay. So, I'm gonna put it on my left arm, okay? So notice, arrow pointing down, red pointing down. I'm just grabbing it from this. Okay? I'm grabbing it from this. So I'm grabbing it from here, and all I have to do. So all you have to do now is just, and then lock it in place. You want your windlass at least here where you can turn it. It's going to be very difficult if it's back here. Okay? Tight. This is what stops the. So let's say it's tight. Next thing you want to do